नमस्कार दोस्तों, कैसे हैं आप सब। आशा करती हूँ कि आप लोग बहुत बढ़िया होंगे। तो आज मैं रिएक्ट करूँगी सुरेश गोपी सर के बर्थडे स्पेशल मैशअप पे। लिंटो कुरियन करके चैनल पे ये अपलोडेड है। तो आप लोगों में से काफ़ी लोगों ने इस चीज़ पे कमेंट किया था, तो मैं इनके चैनल पे आज आई हूँ। मैं और भी इनकी वीडियोस पे रिएक्ट करूँगी। तो आज मैंने ऐसा सिलेक्ट किया, सुरेश गोपी सर पे करते हैं। तो चलिए स्टार्ट करते हैं। स्टार्ट। ഫോളോ ദ സൗണ്ട്. അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് ഇടിത്തി വീണ പോലെ സൈന്യം എന്ന് പറഞ്ഞു വേറൊരാൾ വന്ന വേഷം ചെയ്തു എന്ന് പറഞ്ഞു. പെട്ടെന്നൊരു ജാവ ബൈക്കിൽ ഒരു 6 അടി പൊക്കമുള്ള സുമുഖനായിട്ടുള്ള വ്യക്തി, നല്ല ഭംഗി കാണാൻ. അത്രയും കാലം എനിക്ക് സൈന്യത്തിൻ്റെ അടുത്തൊരു ദേഷ്യം ഉണ്ടായിരുന്നു, കാരണം എൻ്റെ ഇത്രയും എനിക്ക് ആ വേഷം കിട്ടില്ല. പക്ഷേ ഈ സുമുഖനായ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ എനിക്ക്, കാരണം എന്നേക്കാൾ 100% ഇതിന് അർഹനായിട്ടുള്ള ആളാണ് ആ വേഷം ചെയ്ത്. കൊണ്ട് രാജകുമാരനായി മാറിയ തെണ്ടിച്ചെറുക്കന്റെ കഥ ഒരു മുത്തശ്ശി കഥ പോലെ വിചിത്രം. ഒരുപാട് യാത്രകൾ ചെയ്തിരുന്നു. travel a lot, but once in a while travel back to your roots. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? എടാ, നിനക്കൊരു പ്രശ്നം ഉണ്ടായി ഞാനുണ്ടാവില്ലടാ. ഓർമ്മയുണ്ടോ ഈ മുഖം? അറിയാം, മിന്നൽ പ്രതാപൻ എല്ലാം അറിയാം. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോടെ കുതിരവട്ടമല്ലല്ലോ. ഇപ്പൊ പോണ്ട. ഉറച്ച തീരുമാനമാണോ? വേണ്ട. അപ്പൊ പിന്നെ എന്നാ ചെയ്യാനാണ്? എടുത്ത് തട്ടടാ അവനകത്ത്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അടി തെറ്റിയാൽ ആരാ വീഴാത്ത? വെള്ളത്തിൽ പോയെന്ന് വിചാരിച്ച് മിന്നൽ പ്രതാപന്റെ വീര്യമൊന്നും അലിഞ്ഞു പോകത്തില്ലടാ. ഇന്നല്ലാതെ നമ്മുടെ തക്കളി. സാറിനൊക്കെ ആരാ സാറേ പോലീസിലെടുത്തത്? ഓർമ്മയുണ്ടോ ഈ മുഖം? ഒരു 4-5 വയസ്സുള്ള ഒരു കൊച്ച് ഞാൻ വിളിച്ച് മോനിക്ക് വന്നേ, മോൻ ആരെയാ ഇഷ്ടം? മമ്മൂട്ടി അങ്കിളിനെയാണോ മോഹൻലാൽ അങ്കിളിനെയാണോ? അവൻ ഭയങ്കര അഭിമാനത്തോട് എണിച്ചിട്ടും സുടേഷ് പോവുകയാണ്. I am a bloody Muslim, Indian Muslim, Hindu Muslim. ഈ വേഷം ഇതാണ് നിന്റെയൊക്കെ പ്രശ്നം. ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ഒരു മുൻവിധി വന്നു പോയാൽ പിന്നെ മുടിഞ്ഞു പോകും ഈ നാട്. തന്തയ്ക്ക് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകളുടെ നാട്. भाई सच बताऊं ना, मैंने इनको काफी मूवीज में देखा ഓർത്തോ, है ना कि I am ഭരത് ചന്ദ്രൻ. ഏതവനാണോ ഈ പേരിട്ടു? സാറിന്റെ അച്ഛൻ. टीवी पे आके भी हम देखते थे उनकी मूवीज को. ഇത്രയും വർഷമായിട്ട് ആ തോക്കെടുക്കാനായിട്ടൊരു പകരക്കാരൻ മലയാള സിനിമയിൽ വന്നിട്ടില്ലേ? കാക്കിയിട്ടാൽ ആനയ്ക്ക് നെറ്റിപ്പട്ടം കെട്ടിയ പോലെ ഇത്ര ഭംഗിയായിട്ട് വേറെ ആൾ വന്നിട്ടില്ല. കാക്കിയിട്ടവന്റെ നേരെ കയ്യോങ്ങിയാൽ തനിക്ക് നോവില്ല. കൂട്ടത്തിൽ ഒരുത്തൻ ചങ്ക് കീറി ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന കണ്ടാലും തനിക്ക് നോവില്ല. പക്ഷെ തന്റെ മുന്നിൽ വെച്ച് ഈ കൊലയാടി മോന്റെ രോമത്തെ തൊട്ടാൽ തനിക്ക് നോവും. മുഹമ്മദ് സർക്കാർ is inflammable, highly inflammable. കോടതിയിൽ ഉമിത്തി പോലെ നീറി കിടക്കുന്ന ചാർജ് ഷീറ്റുകളെ നിങ്ങൾ കണ്ടു കാണുകയുള്ളൂ. പ്രളയാഗ്നി പോലെ ദഹിപ്പിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കണം. എവനെയും കെട്ടിയെടുത്തോണ്ട് ചാക്കോച്ചി പണ്ട് ഈ ആണ്ടിപ്പെട്ടി വരെ വന്നതേ അത് തിരിച്ചു പോകാൻ തന്നെ. തിരിച്ചു പോകാന്നുള്ള ചങ്കറപ്പുള്ളോണ്ടാ. താൻ ഇപ്പൊ പറഞ്ഞ ഈ ഉമ്മാക്കിയുണ്ടല്ലോ, ട്രാൻസ്ഫർ മൈ രോമം, മൈ ഹെയർ. പുലയാടി മോനെ, ഒരു പറഞ്ഞ കമ്പ്യൂട്ടറിനകത്ത് കോപ്പുണ്ടാക്കി വെച്ച് എന്നെ പൊളന്നളയെന്ന് വിചാരിച്ചോടാ. തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ, നല്ല തണ്ടല്ലുള്ളവനാണെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കാണിക്കടാ. എങ്കിൽ തന്നെ ഞാൻ തന്തയ്ക്ക് പറഞ്ഞ മോനെ എന്ന് വിളിക്കും. പോടാ പരമനാറി. പട്ടി പരമനാറി നായിന്റെ മോനെ. എടാ, നിന്റെ തന്ത ആരായാലും, നിന്റെ തന്തയുടെ തന്ത ഏത് കൊമ്പനായാലും പുന്നക്കാടിന് പുല്ലടാ. എന്നാ പിടിച്ചോ, നിന്റെ ഉമ്മമാനെ കെട്ടിക്കാനുണ്ടാക്കിയ അതിക്കത്ത്. ഇതിന് തക്കമുള്ള അധികാരമൊക്കെ ആരാ അവന് കൊടുത്തത്? നിന്റെ അമ്മയുടെ നായര്, നിന്റെ അമ്മയുടെ നായര്. Hold your breath, the D-Day is coming. I'm game for another game. Be prepared for that. The real hunt begins. Just remember that. ये इनका स्टाइल है. തന്തയ്ക്ക് പറഞ്ഞു. തന്തയ്ക്ക് പറഞ്ഞു. Now the king is back. And happy birthday Linto Kuyan. Yeah. Thanks. Great editing भाई साहब. और मज़ा आ गया भाई देख के सुरेश गोपी सर की पुरानी फिल्मों के क्लिप्स. और इनकी मैंने बहुत मूवीज़ नहीं देखी, बट इनको मैं जब
छोटी थी तो जब हम लोग टीवीज़ पे साउथ इंडियन मूवीज़ आती थी, सबसे ज़्यादा तो अल्लू अर्जुन सर की मूवीज़ देखते थे, बट कभी कभी कुछ मूवीज़ ऐसी होती थी कि हम लोग देखते रहते थे, जिसमें हमने नए एक्टर्स से इंट्रोड्यूस होते थे, तो मैं इनको भी देखती थी, इनकी भी काफ़ी मूवीज़ मैंने देखा है। बट मैंने ध्यान इनको आई मूवी में एज अ विलन इन्होंने काम किया था, जो कि बढ़िया था आप कह सकते हो। और जिन्होंने नहीं आई देखी तो जाकर आई मूवी देखो, चियान विक्रम सर हैं उसमें, बढ़िया मूवी है भाई। तो मज़ा आया देख के। सुरेश गोपी सर का बर्थडे स्पेशल पे ये वीडियो बनाई गई थी। मैं काफ़ी दिन बाद रिएक्ट कर रही हूँ, बट ठीक है, मज़ा आया देखने में। तो आप लोग भी जाओ देखो, जिन्होंने नहीं देखा, और जो भी सुरेश गोपी सर के फ़ैन है प्लीज़ जाकर देखो। और थोड़ा सा वीडियो बनाने में मुझे थोड़ा लेट हो जा रहा है, बट कोई नहीं, मैं टाइम से जितना जल्दी हो सके बनाने की कोशिश मैं करूँगी। थोड़ा इशू हो गया था, आप देख सकते हो, लाइट वगैरह का थोड़ा इशू था, बट ये जल्दी से सॉल्व हो जाएगा। तो बस आप लोग थोड़ा सा इंतज़ार कर लो और कुछ नहीं। और आप लोग जितनी रिक्वेस्ट कर रहे हो, मैं सब पे पढ़ रही हूँ, ध्यान दे रही हूँ, मैं बनाऊँगी सब पर, बस थोड़ा सा मुझे टाइम दे दीजिए आप लोग। तो चलिए मिलते हैं नेक्स्ट वीडियो में, तब तक के लिए गुड बाय।